എനിക്കൊന്നും ആരും അങ്ങനെ ഒരു ഡെയറിങ് ആയിട്ട് ഒരു കഥ എടുക്കില്ല. അതിലെ ഇമോഷൻസ് ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. കൂടുതലും സംസാരിക്കുന്നത് ഇന്നസെന്റിനെ പറ്റിയായിരിക്കും. ഒരാൾ നഷ്ടപ്പെട്ട അതിലേക്ക് റീപ്ലേസ് ചെയ്യാൻ വേറൊരാൾ ഉണ്ടാവില്ല. കൂടുതൽ ഒന്നും പറയേണ്ടതില്ലാത്ത മലയാളികളുടെയൊക്കെ ഹൃദയത്തോട് ചേർന്ന് എപ്പോഴും നിൽക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ ഇതാ നമുക്ക് ലാലേട്ട സ്വാഗതം. നമസ്തേ. ഈ ഓണമാണ്, ഹൃദയപൂർവ്വം എത്തുന്നു. അപ്പം അതിനൊരു വലിയ സന്തോഷമുണ്ട്. എനിക്ക് ആദ്യം തന്നെ സത്യത്തിൽ ഹൃദയപൂർവ്വം നമ്മളൊരു നന്ദി പറയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭയ്ക്ക്. ഒപ്പം ഈ ഓണത്തിന് ഏറ്റവും വലിയൊരു സവിശേഷതയായി തോന്നുന്നു, രണ്ട് ചേർന്ന് നിന്നാൽ നല്ല ഇമ്പമുള്ള രണ്ട് ഹൃദയങ്ങൾ ചേരുന്നുവെന്നാണ് ലാലേട്ടൻ്റെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ. അപ്പോൾ ആ ഒരു ഇമ്പം അത് സ്വയമായിട്ട് എനിക്ക് ഈ സിനിമയേക്കാൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ സൗഹൃദം വീണ്ടും വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ സിനിമ കാണാനും ഉണ്ട്. ലാലേട്ടൻ എങ്ങനെയാണ്? ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ, ആ സൗഹൃദത്തിൻ്റെ ഒരു സന്തോഷമാണോ? എങ്ങനെ പറഞ്ഞതിലെല്ലാം ഉണ്ട്. 40 വർഷത്തോളമായി ഞാൻ സത്യനാരായണ സിനിമ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ തുടക്ക സിനിമയും അവസാനത്തെ സിനിമയും ഞാൻ തന്നെ ചെയ്യുന്നു എന്ന് പറയുന്ന ഇടയ്ക്ക് കുറച്ച് നാൾ ഞങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തിരക്കിലായിപ്പോയി. അദ്ദേഹം ഞങ്ങൾ ഒരുപാട് സിനിമയുള്ള ഒരാളും ഇടയ്ക്ക് സിനിമ ചെയ്യുന്ന തമ്മിലുള്ള ഒരു ഡിഫറൻസാണ്. ബാക്കി സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സിനിമയിലേക്ക് സത്യേട്ടൻ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഹൃദയപൂർവ്വം. അതിൻ്റെ ഒരു കാരണം പഴയ രീതിയിലൊരു സിനിമ ചിന്തിക്കാനുള്ള ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് പേര് എൻ്റെ സിനിമയിൽ സാധാരണ ഉള്ള ആൾക്കാർ. അതൊരു കാരണം. പിന്നെ അല്ലാതെ പുതിയൊരു തോട്ട് പ്രോസസ്സിലേക്ക് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിച്ചു. ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മിക്ക ആൾക്കാരും പുതിയ ആൾക്കാരാണ്. സത്യേട്ടനുമായിട്ട് വർക്ക് ചെയ്യാത്ത ഒരുപാട് പേര്, ക്യാമറമാൻ ആയാലും മ്യൂസിക് ഡയറക്ടർ ആയാലും അഭിനേതാക്കൾ, അദ്ദേഹത്തിൻ്റെ കഥ, ആ ഒരു തോട്ട് പ്രോസസ്സ്, ലൊക്കേഷൻസ്. കാരണം കേരളത്തിലൊക്കെ ആയിരിക്കും സത്യേട്ടൻ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പൂനെ പോലൊരു സ്ഥലം, എടുത്തിരിക്കുന്ന പ്രമേയം വളരെ വ്യത്യസ്തമായ പ്രമേയമാണ്. അതിലെ പാട്ടുകൾ എല്ലാം ഒരു പുതിയ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്കൊന്നും ആരും അങ്ങനെ ഒരു ഡെയറിങ് ആയിട്ട് ഒരു കഥ എടുക്കില്ല. അതിലെ ഇമോഷൻസ് ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം അങ്ങ് പറഞ്ഞ പോലെ ഓണത്തിനത് ആൾക്കാരിലേക്ക് എത്തട്ടെ, വളരെ സന്തോഷകരമായ ഒരു സിനിമയായിട്ട് മാറട്ടെ. നല്ലൊരു ഫീൽ ഗുഡ് ഫിലിമാണ്. മലയാളികൾക്ക് നൊസ്റ്റാൾജിയ നമ്മുടെ ഒരു പറഞ്ഞ ചിലപ്പോൾ നമുക്ക് ദോഷവും ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ പഴയ കാലമൊക്കെ ആലോചിച്ച് അല്ലേ സങ്കടപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ അല്ലെങ്കിലും ഇടയ്ക്ക് കാണാറുണ്ടാവും നിങ്ങൾ സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരു സിനിമ ലൊക്കേഷനിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി അല്ലേ ഇൻറ്റിമേറ്റ് ആയിട്ട് കുറേ ദിവസങ്ങൾ നിങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ ആദ്യ സിനിമ മുതൽ ഇപ്പോഴത്തെ ഈ സിനിമ വരെ അപ്പോൾ ആ പഴയ അനുഭവങ്ങൾ സാധാരണ ഞങ്ങൾ മലയാളികളൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസിക്കാനും സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ സത്യസാറുമായിട്ട് അങ്ങനെയുള്ള ഒരു സംഭാഷണമൊക്കെ ഈ സിനിമയുടെ ഇടയിലുണ്ടായ നമ്മൾ അന്ന് പണ്ട് സത്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിപ്പം ഈ സിനിമയുടെ ലൊക്കേഷൻ ഏരിയയിൽ ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ചില ആക്ടേഴ്സിനെ പറ്റി പറയാറുണ്ട്, ചില സിനിമകളെ പറ്റി പറയാറുണ്ട്. കാര്യം അത്തരം സിനിമകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അപ്പുണ്ണി എന്നുള്ള, ഇപ്പോൾ VK പറ്റി സംസാരിക്കാറുണ്ട്. അപ്പുണ്ണി എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അതിലുണ്ടായിരുന്ന രാമേന്ദ്രൻ, അവളുടെ രാവുകളൊക്കെ നിർമ്മിച്ച ആൾക്കാരെക്കുറിച്ച്. അപ്പം അങ്ങനത്തെ ഒരുപാട് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് സത്യേട്ടൻ. മറ്റ് പലരുമായിട്ട് ഇല്ലാത്ത ഒരുപാട്. ശങ്കരാടി സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ ഒരുപാട് ഫണ്ണുണ്ടായിട്ടുണ്ട്. ആരുടെ ആയാലും നെടുമുടി വേണു ആയാലും ഗോപിച്ചേട്ടനായാലും ഇന്നസെൻറ്റ്, കൂടുതലും സംസാരിക്കുന്ന ഇന്നസെൻറ്റിനെ പറ്റിയായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇവരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. എസ്പെഷ്യലി സത്യേട്ടൻ്റെ സിനിമകളിലൊക്കെ ഇവരുണ്ട്. ഇതേപോലെയാണ് പ്രിയദർശന്റെ സിനിമ വരുമ്പോൾ നമ്മളും അല്ലേ അവിടെയൊക്കെ ആരെയാണ് റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു. അപ്പം അങ്ങനത്തെ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇനിയും എടുക്കാൻ പ്രയാസം. അപ്പം പ്രിയദർശനമൊക്കെ പറയാറുണ്ട്, നമ്മൾ ഒരു കഥ ആലോചിക്കുമ്പോൾ ഇതാര് ചെയ്യും എന്നുള്ള ഒരു വലിയൊരു സ്പേസ്, ഒരു വാക്കമുണ്ട്, അത് മാറും. അപ്പം അത് കാര്യം അത്തരം കഥകളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാതാവും. അങ്ങനെയല്ല, അതിനൊരു ഒരാൾ നഷ്ടപ്പെട്ട അതിലേക്ക് റീപ്ലേസ് ചെയ്യാൻ വേറൊരാൾ ഉണ്ടാവില്ല. വേറൊരു തോട്ടിലേക്ക് അത് പോകുന്നേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സത്യേട്ടനായിട്ട് സംസാരിക്കാറുണ്ട്. കൂടുതലും അത് തമാശകളായിരിക്കും. പിന്നെ സത്യേട്ടൻ അത്തരം കാര്യങ്ങൾ എപ്പോഴും മനസ്സുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ. ഇപ്പം അദ്ദേഹം മധുസാറിനെ കുറിച്ച് സംസാരിക്കും, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കും.
ചന്ദ്രകുമാർ, അദ്ദേഹം ഏതാണ്ട് 150 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സത്യേട്ട ഇപ്പോൾ ബാലകൃഷ്ണൻ, ഡോക്ടർ ബാലകൃഷ്ണനെ പറ്റി, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഹരിഹർ സാർ അവരെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. പറഞ്ഞാലും തീരാത്തല്ലേ. എനിക്കും അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റും. കാര്യം ആദ്യത്തെ സിനിമയിൽ ഞാൻ അദ്ദേഹമായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും.